ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പ ബിരിയാണി നമുക്കെല്ലാം തട്ടിക്കൂട്ടാണല്ലോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് കണ്ടിട്ട് വന്നാലോ. ആദ്യം വേണ്ട സാധനങ്ങൾ നോക്കാം. അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അരി കഴുകി വെച്ചു. അത് പിന്നെ മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചി, 2 സവോള, ഒരു പച്ചമുളക്. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ്. അത് എരിയുടെയൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് എടുക്കാം. പിന്നെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. അതും കുഞ്ഞിന് കൊടുക്കാനായതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസ്, എല്ലില്ലാത്ത പീസ് നോക്കി എടുത്ത് വെച്ചേക്കുക. ഇനി എന്താ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി അരയുകയും വേണ്ട, എന്നാൽ ഒത്തിരി ഇതല്ലാതെ ഒരു ഇതായിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ട് അപ്പോൾ കാണാം. ഓക്കെ. ഇത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഞാൻ ഒത്തിരി മസാലയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരിത് പിന്നെ വേണ്ടേ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ കുക്കറിനകത്ത് ആദ്യം നമുക്ക് കുക്കറിനകത്ത് ചിക്കന്, പിന്നെ ഈ അരച്ച് വെച്ച സാധനങ്ങളും പൊടിയും കൂടി ഇടണം. പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് വെക്കുക. അപ്പം മസാലയൊക്കെ ഞാൻ ഒത്തിരി കുറവായിട്ടാണ് എടുത്തേക്കുന്നത്, കാരണം കുഞ്ഞിന് കൊടുക്കാനുള്ളതായതുകൊണ്ട്. പിന്നെ ബിരിയാണി മസാല അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേണേൽ ചേർക്കാം. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് കൊടുക്കാനും പിന്നെ ഒത്തിരി മസാല കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് വലിയവർക്കാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നോക്കിയൊക്കെ എടുക്കുക. ഇപ്പോൾ കുഞ്ഞിനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ചിക്കനാണേലും എല്ലില്ലാത്തതൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഇട്ടൊക്കെ നല്ലതായിരിക്കും, എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ എരിയുടെ പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഓയിൽ, ഗോൾഡ് വിന്നറാണ് ഞാൻ ഒഴിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒത്തിരിയല്ല, ഒരു സ്പൂണ് പോലും ഇല്ല, ജസ്റ്റ് ഒരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ പറയാം. അതുകൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി വെള്ളം, ഒരു കയ്യിലെ ഒരു മസാല ഒന്ന് ഇതാകാൻ വേണ്ടി മാത്രം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കാരണം അരിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം ബാലൻസ് ഉള്ളത് നോക്കിയിട്ടാണ് അത് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രീസറിൽ ഇരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം അതൊന്ന് മിക്സ് ആകാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ, കാരണം എനിക്ക് ചിക്കൻ നല്ലോണം വേഗണം, ഞാനിങ്ങനെ ഒരു വിസിലടിച്ചൊന്നും എടുക്കാറില്ല. പിന്നെ എനിക്ക് വലിയവർക്കായാലും വെക്കുമ്പോഴും അങ്ങനെയാണ്. പിന്നെ കുഞ്ഞിനും കൂടെ ആയതുകൊണ്ട് ഞാനൊരു 4-5 വിസിൽ അടിക്കും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് വേവിൻ്റെ അനുസരിച്ചൊക്കെ ചെയ്യുക. ഇത് പിന്നെ വിസിലൊക്കെ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഉണ്ടോ വെള്ളം അതിനാവശ്യമുള്ള ഒരു വെള്ളത്തിൽ അതേപോലെ നിൽക്കുക. അപ്പോൾ ഇനി അരി, ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിക്കുന്നുള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഞാൻ അത്ര ഒഴിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ അരിക്ക് ഈ 1 ഗ്ലാസ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളം അതിനകത്തുണ്ട്, അതിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ വെള്ളം കറക്റ്റാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. ഞാനപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് ഇടുക. ഉപ്പ് പിന്നെ കവറിൽ വെച്ചേക്കുന്നതെന്ന് വിചാരിക്കല്, ഉപ്പിടുന്ന പാത്രം കഴുകി വെച്ചേക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പാക്കറ്റിൽ അങ്ങനെ തന്നെ അങ്ങ് വെച്ചതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും അടിക്കുക. എന്നിട്ട് കുക്കർ നിർത്തി വെച്ച് ആവി പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. പിന്നെ വേണമെങ്കിൽ 1 വിസിലും കൂടെ അടിക്കാം, കാരണം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഇച്ചിരി വെന്ത് പോയാലും കുഴപ്പമില്ല. അവർക്ക് എന്തായാലും നമ്മൾ ഞെരടിയൊക്കെ അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആവി കളഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തു. കണ്ടോ, സെറ്റായിട്ട് വന്നു. നല്ല വെള്ളമൊക്കെ നല്ല ഇതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ചിക്കനും ഇതുമൊക്കെ ആയിട്ട് റൈസായിട്ട്, ഇപ്പോൾ ഒത്തിരി ഹെവി ബിരിയാണി അങ്ങനെ മല്ലിയില അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി.
അപ്പം എൻ്റെ കുഞ്ഞിന് എൻ്റെ ജിംബ്രൂട്ടിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ റൈസ് വാങ്ങിച്ച് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ചെയ്യും. വലിയ അല്ലാതുള്ള സാധനങ്ങൾ അങ്ങനെയൊന്നും ഇടുന്നില്ല. ഇത് എളുപ്പം ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് കഴിക്കാനൊക്കെ കൊതി കയറുമ്പോൾ ഒരു ബിരിയാണി വേണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.